ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പ്ലിറ്റിംഗ് എൻറ്റിറ്റീസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഇതേപോലെ റെക്റ്റാങ്കിളോ അല്ലെ സർക്കിളോ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അതായത് ഇതിനെ സെൻറ്ററിൽ അല്ലെങ്കിൽ കുറച്ചൊരു ഹൈറ്റിൽ സ്പ്ലിറ്റ് ചെയ്യണം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമുണ്ട്. ഈ സർക്കിളിനെ നമുക്ക് ആർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ കേസ് വരുവാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂൾ ഉപയോഗിക്കും. ആ ടൂളാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ആ ടൂൾ സാധാരണ നമ്മളെ സ്കെച്ച് പാനലിൽ കാണില്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ടൂൾസിൽ പോയിട്ട് ഇവിടുന്ന് സ്കെച്ച് ടൂൾസിൽ പോയിട്ട് അവിടെ സ്പ്ലിറ്റ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞുള്ള ടൂളുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ഓൺ ദ സ്കെച്ച് എൻറ്റിറ്റീസ് ടു സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ ലൈനാണ് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? എനിക്ക് മിഡ് പോയിന്റിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് മിഡ് പോയിന്റിൽ വെച്ചിട്ട് ഞാൻ എനിക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഡോട്ട് വന്നിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് രണ്ടും ഓരോ ഇൻഡിവിജ്വൽ ലൈനായിട്ട് മാറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എവിടെ വേണേലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ലൈനെ ഞാനിതാ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ പോവുക, ഇവിടെ പ്രസ് ചെയ്യുക. കണ്ട, ഇതൊരു പാർട്ട്, അടുത്ത പാർട്ട്. ഈ രീതിയിൽ നമുക്ക് എത്ര വേണേലും ഇഷ്ടംപോലെ പോയിന്റ്സ് കൊടുത്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഇതിനെ റാൻഡമായിട്ട് കുറേ പോയിന്റ് ആക്കിയിട്ട് കട്ടാക്കിയിരിക്കുക. ഇതേപോലെ നമുക്ക് എത്ര വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. അതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഓക്കെ അടിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട് അത് കൊടുക്കാം, എസ്കേപ്പ് അടിക്കാം. അത് ഒരാളെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച്. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതാണ്. നമ്മൾ അവരുടെ കൺവീനിയൻസിനനുസരിച്ചാണ് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക. അപ്പോൾ എത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ കൺവീനിയൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ സർക്കിളാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ടൂൾ എടുത്തു. ഇപ്പോൾ ഇതിനെ ആർക്കായിട്ട് കട്ട് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോയിന്റ് കൊടുക്കുക, എൻഡിങ്ങിൽ ഒരു പോയിന്റ് കൊടുക്കുക. ഇപ്പോൾ കണ്ട ഇതൊരു ആർക്ക്, സെപ്പറേറ്റ് ആർക്ക്. അതുപോലെ നമ്മൾ വീണ്ടും പോയിന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് നമുക്ക് കുറേ ആർക്കാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ പ്രാവശ്യവും സ്കെച്ച് ടൂൾസിൽ പോയിട്ട് എടുക്കേണ്ടതെന്ന്. പക്ഷേ അങ്ങനെ വേണ്ട. ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള ടൂൾസ് വരുവാണെങ്കിൽ അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ ഈ ടൂൾ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവച്ചാൽ മതി. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിലോട്ട് വരുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ വീഡിയോയിലോട്ട് പറയാത്തത്. വെറുതെ സമയവും പോവും, മുഷ്പിക്കലാവും, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വീണ്ടും മടുപ്പ് വരും. അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.